നമസ്കാരം. സാധാരണഗതിയിൽ വീടുകളിലോ മറ്റിടങ്ങളിലോ സ്വല്പം നെയ്യോ എണ്ണയോ വീണാൽ അതിൽ എറുമ്പോ ഈച്ചയോ വരാതിരിക്കില്ല. എന്നാൽ ഈ ക്ഷേത്രത്തിൽ നന്ദി ഭഗവാനെ അഭിഷേകം ചെയ്യുമ്പോൾ താഴെ ചിന്തുന്ന നെയ്യിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു നെയ്ക്കിണർ തന്നെ സ്വന്തമായുള്ള ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു നെയ്നന്ദീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ പുതുക്കോട്ടை ജില്ലയിൽ പൊന്നമരാവതിക്കടുത്ത് വേന്തൻപട്ടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ ചൊക്കലിംഗേശ്വരർ എന്ന നാമത്തിലും ദേവി പാർവതി മീനാക്ഷിയമ്മൻ എന്ന നാമത്തിലും അരുൾ ചൊരിയുന്നു. എന്നിരുന്നാലും നന്ദി ഭഗവാന്റെ പേരിലാണ് ഈ ക്ഷേത്രം പ്രസിദ്ധിയാർജിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ നെയ്നന്ദിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. പണ്ടൊരു കാലത്ത് ഒരു ഭക്തൻ ഇവിടെ ഒരു ശിവലിംഗം പ്രതിഷ്ഠ ചെയ്തു. പക്ഷേ നന്ദി പ്രതിഷ്ഠ ഭഗവാനെ എതിരിൽ സ്ഥാപിക്കാതെ തീർത്ഥക്കുളത്തിൽ വെച്ചു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന് ഒരു നാൾ താങ്ങാനാവാത്ത വയറുവേദന അനുഭവപ്പെടുകയും പല വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ടും വേദന മാറാതെയുമിരുന്നു. ഒരു നാൾ അദ്ദേഹത്തിന് കാളകൾ തന്നെ തുരത്തുന്നതായി സ്വപ്നം കണ്ടപ്പോൾ ഏതോ തെറ്റ് താൻ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചു. നന്ദിയെ ഭഗവാനെ എതിരിൽ പ്രതിഷ്ഠിക്കാത്തതായിരിക്കുമോ കാരണം എന്ന് ചിന്തിച്ച് അദ്ദേഹം നന്ദി ഭഗവാനെ പ്രതിഷ്ഠിച്ച് നെയ്യഭിഷേകം നടത്താമെന്ന് നേർച്ച നേർന്നു. അതോടെ വയറുവേദന ശരിയായി. അദ്ദേഹം ശിവലിംഗത്തിന് എതിരിൽ നന്ദി ഭഗവാനെ പ്രതിഷ്ഠിച്ച് നെയ്യഭിഷേകം നടത്തി. കോവിലിന് തിരുപ്പണികൾ ചെയ്തു. അന്നു മുതൽ ഈ ക്ഷേത്രത്തിൽ ഭക്തർ ഏതു കാര്യം നിറവേറിയാലും നന്ദി ഭഗവാന് നെയ്യഭിഷേകം നടത്തി വഴിപാട് നിറവേറ്റുന്നു. ഇതിലുള്ള പ്രത്യേകത എന്തെന്നാൽ ഇവിടെ നന്ദിദേവന് അഭിഷേകം ചെയ്യുമ്പോൾ താഴെ ചിന്തുന്ന നെയ്യിൽ ഒരു ഈച്ചയോ എറുമ്പോ വരുന്നില്ല എന്നു മാത്രമല്ല, എന്നും പല ലിറ്റർ നെയ്യിൽ അഭിഷേകം നടക്കുന്ന നന്ദിദേവന്റെ മേലെയും ഒരു ദുർഗന്ധവും ഇല്ല എന്നതാണ്. ഈ നന്ദിദേവന്റെ ഇരു കൊമ്പുകൾക്കുമിടയിൽ ഒരു ചക്രം പോലെ ഉള്ള രൂപമുണ്ട്. ഇത് മൂലാധാര ശക്തിയായി പ്രവർത്തിക്കുന്നതിനാലാണ് അഭിഷേകത്തിൽ താഴെ ചിന്തുന്ന നെയ്യിലോ നന്ദി ഭഗവാന്റെ മേലെയോ ഒരു ഈച്ചയോ എറുമ്പോ വരാത്തത് എന്നതാണ് ഭക്തന്മാരുടെ ഭാഷ്യം. ഒരു പ്രാവശ്യം ഈ നെയ്യെടുത്ത് ഭഗവാന് ദീപം തെളിയിച്ചപ്പോൾ അത് രക്തവർണ്ണത്തിലായി മാറി എന്നതിനാൽ ഈ നെയ്യ് വേറൊന്നും ചെയ്യാതെ ഒരു കിണറ്റിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നെയ്യ് കെട്ടിക്കിടന്ന് കിണർ നിറയാറായി എങ്കിലും അവിടെയും ഒരു ഈച്ചയോ ഇറുമ്പോ ദുർഗന്ധമോ ഇല്ല എന്നത് ഈ കലിയുഗത്തിലും ഭക്തർക്ക് കാണാവുന്ന അതിശയമാണ്. വൃഷഭരാശിക്കാരുടെ ദോഷപരിഹാര ക്ഷേത്രം കൂടിയാണ് നെയ്നന്ദീശ്വരർ ശിവക്ഷേത്രം. നാൽക്കാലികളെ വളർത്തി ഉൽപ്പന്നങ്ങൾ വ്യാപാരം ചെയ്യുന്നവരും പാൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും തങ്ങളുടെ വളർച്ചയ്ക്കായി ഇവിടെയുള്ള നെയ്നന്ദീശ്വരർക്ക് നെയ്യഭിഷേകം നടത്തുന്നു. സ്വാമിക്കും അമ്പാൾക്കുമല്ലാതെ നന്ദി ഭഗവാനും അർച്ചന ചെയ്യുന്ന സമ്പ്രദായം ഇവിടെയുണ്ട്. ആദ്യമായി പശുക്കളെ വാങ്ങുന്നവർ പശുവിന്റെ ആദ്യ പ്രസവത്തിലെ പാലിൽ നിന്നുണ്ടാക്കിയ ശുദ്ധമായ നെയ്യ് കൊണ്ടുവന്ന് അഭിഷേകം നടത്താറുണ്ട്. തമിഴ്നാടിന്റെ വീരവിളയാട്ടായ ജല്ലിക്കെട്ടിന് തങ്ങളുടെ കാളകൾ വിജയിക്കണമെന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നടത്താനും ഭക്തർ ഇവിടെ എത്താറുണ്ട്. പ്രാർത്ഥന നിറവേറിയാൽ നന്ദി ഭഗവാന് നെയ്യഭിഷേകം നടത്തിയും നന്ദിയുടെ നെറ്റിയിൽ നാണയം ഒട്ടിച്ചു വെച്ചും നോട്ടുമാല അണിയിച്ചും ഭക്തർ വഴിപാട് നിറവേറ്റുന്നു. ഈ ഗ്രാമത്തിൽ തന്നെ കച്ചേരിക്കൂടം എന്ന സ്ഥലത്ത് 90 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു വേപ്പുമരത്തിൽ ഒരു നന്ദിയുടെ രൂപം സ്വയംഭൂവായി ഉദ്ഭവിച്ചിട്ടുണ്ട്. ഭക്തർ അതിനെ വേപ്പുമര നന്ദി എന്ന് പേരിട്ട് പൂജിക്കുന്നു. ചോഴ രാജാക്കന്മാർ തഞ്ചാവൂർ കോവിലിലേക്ക് നന്ദി വഴിപാടിനായി 2 നന്ദി പ്രതിഷ്ഠകൾ കൊണ്ടുവന്നതിൽ വലുത് തഞ്ചൈ ബൃഹദീശ്വരർ കോവിലിലും വേറൊന്ന് ഇവിടെയും പ്രതിഷ്ഠിച്ചതാണെന്നും പറയപ്പെടുന്നു. അതിനാൽ ഈ നെയ്നന്ദി തമ്പി നന്ദി എന്നും അറിയപ്പെടുന്നു. വിദേശ പടയെടുപ്പിന്റെ കാലത്ത് കൊടുപ്പാളൂർ എന്ന സ്ഥലത്ത് 3 ശിവക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന ശിവലിംഗങ്ങളും നന്ദികളും ശിവഭക്തർ എടുത്തുകൊണ്ടുപോയി വേന്തൻപട്ടി, തെക്കൂർ, പുതുപ്പാടി എന്ന ഗ്രാമങ്ങളിൽ സ്ഥാപിച്ചതാണെന്നും കഥയുണ്ട്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന രാജഗോപുരമില്ലാതെ കാണപ്പെടുന്ന ഈ ക്ഷേത്രം പാണ്ഡ്യരാജാക്കന്മാർ തങ്ങളുടെ ഇഷ്ടദൈവമായ സ്വക്കനാഥരെയും മീനാക്ഷിയമ്മനെയും പ്രദോഷവേളയിൽ പ്രാർത്ഥിക്കാനായി നിർമ്മിച്ചതായിരിക്കാം എന്നാണ് അനുമാനം. ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള അധിക വിവരങ്ങൾ ചരിത്രകാരന്മാർക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും ഇതൊരു പുരാതന കോവിലാണെന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ചോഴ രാജാക്കന്മാരുടെ അധീനതയിലായ ഈ ക്ഷേത്രം ഇന്ന് നാട്ടുകോട്ട നഗരത്താറുകളുടെ കയ്യിലാണ്. അതിനാൽ തന്നെ ക്ഷേത്രം വൃത്തിയായി പരിപാലിക്കപ്പെടുന്നുണ്ട്. നെയ്മണം വീശുന്ന ഒരു ഗ്രാമമാണ് വേന്തൻപട്ടി. വടകാട് മുക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് നെയ്നന്ദീശ്വരർ തിരുക്കോവിൽ. 2024 ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. കൊടിമരം ബലിപീഠം കടന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ പ്രധാന മണ്ഡപത്തിൽ ഋഷഭവാഹനത്തിലിരിക്കുന്ന ശ്രീപാർവതിമാരുടെ കീഴെയായി മുരുകനോടും ഗണപതിയോടുമൊപ്പം നന്ദി ഭഗവാൻ നിൽക്കുന്ന ചുമർ ശില്പം കാണാം. നന്ദി ശ്രീ പരമേശ്വരന് എത്ര പ്രിയപ്പെട്ടതെന്നും നന്ദി ഭഗവാൻ അവതരിച്ച തിരുവയ്യാർ ക്ഷേത്രത്തെക്കുറിച്ചും ഭഗവാൻ നന്ദിയെ ഋഷഭവാഹനമായി ഏറ്റെടുത്ത ശ്രീശൈലം ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അടുത്തത് ശ്രീമുരുകന്റെ സന്നിധി, അതിനടുത്ത് വിനായകർ, നാഗദൈവങ്ങൾ. ഈ ക്ഷേത്രത്തിൽ മൂലവർ സ്വക്കലിംഗേശ്വരർ പ്രധാന കരുവറയിൽ ശിവലിംഗ സ്വരൂപമായി കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. എതിരിലാണ് നെയ്നന്ദി. പ്രദോഷം ഇവിടെ നന്ദിക്ക് വളരെ വിശേഷപ്പെട്ടത്. അതും ശനിപ്രദോഷം വളരെ മുഖ്യം. വൈകാശി വിശാഖത്തിന് 3 നാൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്തർ അഗ്നികാവടിയെടുത്തും തീക്കുണ്ടമിറങ്ങിയും നന്ദി ഭഗവാന് മുടി കാണിക്ക അർപ്പിച്ചും തങ്ങളുടെ വഴിപാടുകൾ നിറവേറ്റുന്നുണ്ട്. പ്രദോഷത്തിൽ അന്നദാനവും നടക്കുന്നു. മാട്ടുപൊങ്കൽ ദിനത്തിൽ പ്രദോഷ നായകർ നന്ദിക്കരുവിലേക്ക് എഴുന്നള്ളി ഇരുവർക്കും ഒരേ സമയം അഭിഷേകങ്ങൾ നടക്കുന്നു.
പിന്നീട് നന്ദി ഭഗവാന് 21 വക പൂക്കൾ കൊണ്ടും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടും അലങ്കാരം ചാർത്തി ബഹുവിശേഷമായി ഉത്സവം കൊണ്ടാടുന്നു. ദേവി ശ്രീപാർവതി മീനാക്ഷിയമ്മൻ എന്ന നാമത്തിൽ 4 കരങ്ങളോടെ പ്രസന്നവതിയായി ദ്വാരപാലികമാർ കാവൽ നിൽക്കുന്ന കരുവറയ്ക്കുള്ളിൽ തെക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഭക്തർ വിവാഹ തടസ്സം മാറാൻ ദേവിക്ക് കുങ്കുമവും മഞ്ഞളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ വിനായകർ, വള്ളിദേവയാനി സമേത മുരുകൻ, ഭൈരവർ, നാൽവർ, സൂര്യൻ, ചന്ദ്രൻ, നവഗ്രഹങ്ങൾ, ദക്ഷിണാമൂർത്തി, ദുർഗ, ഗജലക്ഷ്മി എന്നിങ്ങനെയുള്ള കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്യമരം. ക്ഷേത്രതീർത്ഥം നന്ദിതീർത്ഥം, ആദിശേഷതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി വിശാഖം, നവരാത്രി, പ്രദോഷം, അമാവാസി, കാർത്തിക സോമവാരം, തൈപ്പൂയം, പങ്കുനിയുത്രം, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പുതുക്കോട്ടയിൽ നിന്ന് 45 കിലോമീറ്റർ, പിള്ളയാർപട്ടിയിൽ നിന്ന് 30 കിലോമീറ്റർ, പൊന്നമരാവതിയിൽ നിന്ന് 5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പുതുക്കോട്ടെ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.